നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്രം സൗജന്യമായി നൽകിയ ലോ ഫ്ലോർ ബസ്സുകൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും സ്പെയർ പാർട്സുകൾ മാറാതെയും നശിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ സ്കീമിൽ 2 ഘട്ടമായി നരേന്ദ്രമോദി സർക്കാർ 750 ബസ്സുകളാണ് കേരളത്തിന് സൗജന്യമായി നൽകിയത്. 260 വോൾവോ AC ലോ ഫ്ലോർ ബസ്സുകളും അശോക് ലൈലാൻഡ് ടാറ്റ കമ്പനികളുടെ 490 നോൺ AC ലോ ഫ്ലോർ ബസ്സുകളുമാണ് ലഭിച്ചത്. സിറ്റിയിൽ ഓടിക്കാൻ സൗകര്യപ്രദമായ ലോ ഫ്ലോർ ബസ്സുകളായിരുന്നു അതിൽ ഭൂരിഭാഗവും. അത് ദീർഘദൂര സർവീസിന് ഉപയോഗിക്കാൻ വേണ്ടി ആയിരുന്നില്ല, ദീർഘദൂര സർവീസ് നടത്താനുള്ള ഘടനയിലുമായിരുന്നില്ല. ലാഭം മാത്രം ലക്ഷ്യമിട്ട് AC ലോ ഫ്ലോർ ബസ്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവീസ് നടത്തി. 2014 കേന്ദ്ര സർക്കാർ ലോ ഫ്ലോർ ബസ്സുകൾ കേരളത്തിന് നൽകിയത്. ലോ ഫ്ലോർ ബസ്സുകളുടെ നടത്തിപ്പിനായി 2015 KSRTCയുടെ കീഴിൽ കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നൊരു കമ്പനിയും രൂപീകരിച്ചു. പ്രായമായവർ ഉൾപ്പെടെയുള്ളവർക്ക് അനായാസമായി കയറാനും ഇറങ്ങാനും കഴിയുന്ന ബസ്സുകൾ വളരെ വേഗം തന്നെ KSRTCയുടെ തിലകക്കുറിയായി മാറി. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് പ്രകാരം 3 വർഷം കമ്പനി സൗജന്യമായി സർവീസ് ചെയ്തു നൽകി. എന്നാൽ AMC കാലാവധി കഴിഞ്ഞതോടെ സ്പെയർ പാർട്സുകൾക്കും KSRTC പണം നൽകാതായതോടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ ബസ്സുകൾ വർക്ക്ഷോപ്പിലായി. താൽക്കാലിക ആവശ്യം നിറവേറ്റാൻ ഒരു ബസ്സിൽ നിന്നും സ്പെയർ പാർട്സുകൾ എടുത്ത് മറ്റു ബസ്സുകൾ ഉപയോഗിക്കുന്നതും വ്യാപകമായി. അതോടെ കൂടുതൽ ബസ്സുകൾ വർക്ക്ഷോപ്പിൽ കയറേണ്ടി വന്നു. ദാനം കിട്ടിയിട്ട് പോലും ഈ ബസ്സുകൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതെയും സ്പെയർ പാർട്സുകൾ മാറാതെയും നാശത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു കേരളത്തിലെ സർക്കാർ. 2019 കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌണും ജനങ്ങൾ പൊതുഗതാഗതത്തിൽ നിന്ന് അകന്നതുമായപ്പോൾ ലോ ഫ്ലോർ ബസ്സുകളുടെ പതനവും പൂർത്തിയായി. കേവലം 10 വർഷമായപ്പോൾ തന്നെ ലോ ഫ്ലോർ ബസ്സുകളിൽ പകുതിയിലധികവും കട്ടപ്പുറത്താണ്. 280 AC ലോ ഫ്ലോർ ബസ്സുകളിൽ വിരലിലെണ്ണാവുന്ന മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് നോൺ AC ലോ ഫ്ലോർ ബസ്സുകളുടെ കാര്യവും. കോടികൾ വില വരുന്ന 100 കണക്കിന് ലോ ഫ്ലോർ ബസ്സുകളാണ് വിവിധ ഡിപ്പോകളിലായി തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. യാർഡിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ സ്ക്രാപ്പാക്കി വിൽപ്പനയും നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ കേരളം പ്രതികരിച്ചേ പറ്റൂ. കാരണം കേന്ദ്രം സൗജന്യമായി നൽകിയ ബസ്സുകൾ എവിടെ എന്ന ചോദ്യം BJP ചോദിച്ചാൽ അതിന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നഗരസഭ വാങ്ങി നൽകിയ 113 ബസ്സുകൾ തിരിച്ചു നൽകുമെന്നും ഉടൻ തന്നെ 180 ബസ്സുകൾ ഇറക്കുമെന്നും വലിയ വീമ്പ് ഗതാഗത മന്ത്രി പറഞ്ഞത്. എന്നാൽ ആ വീമ്പ് പറഞ്ഞ ശേഷം ഗതാഗത മന്ത്രി നേരെ പോയത് കേന്ദ്രത്തോട് യാചിക്കാനായിരുന്നു. ഈ ബസ്സുകൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പോയത്. ഡൽഹിയിലൊക്കെ ഉണ്ടാകുന്ന പരിസര മലിനീകരണം അടക്കമുള്ള ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന ബസ്സുകൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും ബസ്സുകൾക്കായി വരികയാണ്. എങ്ങനെയാണ് ഗതാഗത മന്ത്രി ഇനി 150 ബസ്സുകൾ നിരത്തിലിറക്കാൻ പോകുന്നത്? ഉള്ള ബസ്സുകൾക്ക് സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ പോലും കഴിയാത്ത കേരളത്തിലെ സർക്കാർ 150 ബസ്സുകൾ ഇറക്കുമെന്നൊക്കെ ഗതാഗത മന്ത്രി ഗണേശന്റെ വീമ്പടി കേട്ട് കോരിത്തരിക്കുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷവും ഇടതു കമ്മികളും ഒക്കെ. പക്ഷേ ഒരു കുന്തവുമില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഉള്ളതെല്ലാം കട്ടു നശിപ്പിച്ച് മുടിച്ചു കഴിഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. കടം വാങ്ങി മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ കേരളത്തിലെ സർക്കാർ ചെയ്യുന്നുമില്ല. ഇനിയൊരു സർക്കാർ വന്നാൽ ആ സർക്കാരിന് മുമ്പോട്ട് പോകാനുള്ള പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളോ കയ്യിലില്ലാത്ത ഖജനാവാണ് ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലുള്ളത്. എന്നാൽ എവിടെ നിന്നെങ്കിലും ഒക്കെ കടമെടുക്കുന്ന പണം വാങ്ങി ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്കും ഇടതുപക്ഷത്തെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പണം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെലവാക്കാനും വാഹനങ്ങൾ വാങ്ങാനും ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടും കേരളത്തിലെ സർക്കാരിനില്ല. സാധാരണക്കാരന് പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് വളരെ അടുത്ത് തന്നെ ഉടൻ തന്നെ ഇപ്പോ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും പറ്റിച്ച് വോട്ട് നേടാനുള്ള തന്ത്രം തന്നെയാണ് അതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ നടത്തിയത് ഒരു കിറ്റിന്റെ കാര്യത്തിലായിരുന്നു. ഇനി കിറ്റിന് ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതോടെ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പിന്റെ ആ ഇൻഷുറൻസ് പ്രീമിയം പോലും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജീവനക്കാരെ അത്തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടാണെങ്കിലും സാധാരണക്കാരുടെ വോട്ട് നേടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു.